ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് പ്രോ ചാനലിലേക്ക് സ്വാഗതം. സമയം 9:25. നമുക്ക് ലെവൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 55,279 അപ്സൈഡ് ലിക്വിഡിറ്റി, 55,000 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ. നിഫ്റ്റിയിലാണെങ്കിൽ 24,465 പ്രീവിയസ് ഡേയുടെ ലോയും ലിക്വിഡിറ്റി ഏരിയയാണ്. അതുപോലെ അപ്സൈഡ് ലിക്വിഡിറ്റി 24,607. അതാണ് 607 ഉണ്ട്, 640 ഉണ്ട്. ഇതിലേത് ടാപ്പ് ചെയ്യുമ്പോഴും ഫസ്റ്റ് ട്രേഡ് ഞാൻ താഴേക്കായിരിക്കും നോക്കുക. അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ അടുത്താണ് നിഫ്റ്റി ഉള്ളത്. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്, പക്ഷേ എൻട്രി ചാൻസും തന്നിട്ടില്ല. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്, ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. 9.59 62 ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. 9.59 എടുത്തത് 9.59. ലോജിക്ക് എന്ന് വെച്ചാൽ അഗ്രസീവായിട്ട് ട്രേഡ് എടുത്തതാണ് അത്. അതായത് ഇന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ഐഡീസും ടാപ്പ് ചെയ്തിട്ട്, അതുപോലെ നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത 24,607 എന്നുള്ള റേഞ്ചും ടാപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് അവിടെ നിന്ന് ട്രേഡ് എടുത്തത്. പക്ഷേ ഞാൻ ആ വീഡിയോ റെക്കോർഡിൻ്റെ സമയത്ത് എനിക്ക് ആ ക്യാൻഡിൽ ടാപ്പ് ഒന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ 60 റേഞ്ചിലേക്ക് നമുക്ക് എൻട്രി വരേണ്ടതാണ്, പക്ഷേ എനിക്ക് 62 കിട്ടിയത്. നമുക്കൊരു 30 പോയിന്റ്സ് അല്ലെങ്കിൽ ഇന്നത്തെ 75 പോയിൻ്റൊക്കെ ഉണ്ട് താഴേക്ക്. എന്താ പറയുക, 1:5 ഈസി ആയിട്ട് അടിക്കാം. 1:5 എബോ വരാൻ ചാൻസ് ഉണ്ട് ടാർജറ്റ് വരികയാണെങ്കിൽ. നോക്കാം. അഗ്രസീവ് ട്രേഡാണ്. മാർക്കറ്റിൽ പ്രീവിയസ് ഡേയിലും ഇതേപോലെ 5 മിനിറ്റ്സ് ഐഡിയക്സ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യമാണ്. 5 മിനിറ്റ്സ് ഐഡിയക്സ് ടാപ്പ് ചെയ്ത് കുറച്ച് മുകളിലേക്ക് പോയതിനു ശേഷമാണ് താഴെ വരുന്നത്. അപ്പോൾ അതേമാതിരി ഒരു പാറ്റേണും ഉണ്ട്. പിന്നെ നമുക്ക് എന്താണ് പ്രീവിയസ് ഡേയിലുള്ള 15 മിനിറ്റ്സിൽ 5 മിനിറ്റ്സ് എടുക്കുന്ന പോലുള്ള ഒരു അഗ്രസീവ് എൻട്രി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എൻട്രി തരാതെ ഒരു 1 മിനിറ്റിൽ ജസ്റ്റ് ഹൈ എടുത്ത് താഴേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പല സമയത്തും. അപ്പോൾ നമുക്ക് ഒരു ഐഡിയക്സിൽ നിന്ന് എൻട്രി കിട്ടുന്നില്ല. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ ആ സ്റ്റൈലിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് ട്രേഡ് എടുത്ത് നോക്കിയത്. ഇന്ന് ഞാൻ ഉച്ചവരെ ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ. അപ്പോൾ അതിന് മുമ്പ് കിട്ടുന്ന അവസരങ്ങളിൽ ട്രേഡ് എടുക്കും. അതിന് മുമ്പ് തന്നെ നമുക്ക് 2 ട്രേഡൊക്കെ, നമ്മുടെ മാക്സിമം ട്രേഡൊക്കെ 2 ട്രേഡ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നിഫ്റ്റിയിൽ 24,607 എന്നുള്ള ലിക്വിഡിറ്റി, അതിൻ്റെ മുകളിലുണ്ട് ലിക്വിഡിറ്റി ഏരിയ. പക്ഷേ ആ ഒരു ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ട്രേഡ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ ഇതല്ല വീണ്ടും മുകളിലേക്ക് പോകണം, 640 മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരു അറ്റംപ്റ്റും കൂടി ചെയ്ത് നോക്കാം താഴേക്ക്. ഇനി അതല്ല ഇന്നത്തെ ഡേ ഇതിപ്പോൾ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേയിലോ ടാപ്പ് ചെയ്യുമ്പോൾ 24,535 ടാപ്പ് ചെയ്യുമ്പോൾ ബുള്ളിഷ് ട്രേഡ് നോക്കാം. കാരണം മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷാണ് ഞാനുള്ളത് സ്റ്റിൽ. പക്ഷേ ഏതെങ്കിലും ചാൻസ് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 5 മിനിറ്റ്സ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കും ട്രേഡ് നോക്കാൻ പറ്റും. രണ്ടും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. പക്ഷേ അപ്പ് സൈഡ് ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് 5 മിനിറ്റ്സ് ഐഡിയക്സ് ടാപ്പ് ചെയ്തിട്ടൊന്നുമില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യും. അത് മിക്കവാറും ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി SL അടിക്കുകയും ചെയ്യും. നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട് അല്ലേ? പോകുന്നുണ്ട്, നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഈ ട്രേഡിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇന്നലെ വീഡിയോ കൂടുതൽ റെക്കോർഡ് ചെയ്തത് അത് സ്റ്റക്കായിപ്പോയി മൊത്തത്തിൽ. പക്ഷേ ഇന്നലെ 2 SL കേട്ടോ, അതായത് 2 സ്റ്റോപ്പ് ലോസ് 5,000 സംതിങ് ഇന്നലെ ലോസ് വന്നിട്ടുണ്ട്. ഇന്നും അറിയില്ല എന്താ അവസ്ഥ. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ 55,155 എന്നുള്ള റേഞ്ചിൽ ഡൗൺ സൈഡ് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ട്. എന്താ സംഭവിക്കുകയെന്ന് അറിയില്ല. ഏതായാലും ഞാൻ നിഫ്റ്റിയിലെ അഗ്രസീവ് ട്രേഡ് ഒന്നും എടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇന്നത്തെ ഡേലോ വരെ ടാർജറ്റ് വെക്കാം, വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി അടിച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യുകയോ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസ് വെക്കുകയൊന്നും ചെയ്യുന്നില്ല. കാരണം നിഫ്റ്റിയിൽ ഇപ്പം ഇന്ന് ഡൗൺ സൈഡിൽ ക്രിയേറ്റ് ചെയ്ത ഒരു 5 മിനിറ്റ്സ് ഐഡീസ് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. ഇന്ന് നിഫ്റ്റിയിൽ ഡേലോ മാത്രമേ ഉള്ളൂ ഒരു ലിക്വിഡിറ്റി ഏരിയ ഞാൻ കാണുന്നത്. അപ്പോൾ അതുവരെ പോകും എന്നുള്ള ജസ്റ്റ് ഡേലോ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇനി അതല്ല ഡേലോൻ്റെ മുമ്പ് തന്നെ 30 പോയിന്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങും ചെയ്യാം. ഇന്നലെ ഇതേപോലെ തന്നെ ലിക്വിഡിറ്റി ഏരിയൻ്റെ തൊട്ടടുത്ത് 2-3 പ്രാവശ്യം നിഫ്റ്റി റിയാക്ട് ചെയ്തിട്ട് മുകളിലേക്ക് തന്നെ. അപ്പോൾ അതുപോലെയൊക്കെ വരികയാണ്. അതിന് മുമ്പ് 30 പോയിന്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം. നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അൽപാരിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽപാരി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അൽപാരിയിൽ ഇപ്പോൾ ഞാൻ ട്രേഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം ട്രേഡ് ചെയ്ത് നോക്കിയതാണ്. മീൻസ് കുറച്ച് ദിവസം ജസ്റ്റ് ചെറിയ ട്രേഡ്സ് ഒക്കെ ചെയ്ത് ഫണ്ട് ആഡിങ് വിഡ്രോവലൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വിഡ്രോവലിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്താണ്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ എന്തോ ഒരു സെർവർ ഇഷ്യൂ ആണ്. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് ഇപ്പം അതിൽ ചെയ്യാത്തത്. എപ്പോഴും XNS തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ XNS തന്നെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് XNS തന്നെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അതിൽ തന്നെ ചെയ്താൽ മതി. ഇനിയിപ്പം ആർക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിൽ ഞാൻ ചെയ്യുന്ന ലിക്വിഡിറ്റിൻ്റെ സെറ്റപ്പ് ഈ മാസം ലാസ്റ്റിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ അൽപാരിയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ
XNS ചെയ്തവർക്കും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, XNS നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആളുടെ വേറെ ആളുടെ ഡയറക്റ്റ് അല്ലാതെ വേറെ ആളുടെ കീഴിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്താൽ എൻ്റെ ഈ ഒരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അതിനെന്തൊരു നമ്മുടെ ഇത് മാറ്റാം. അത്യാവശ്യം പ്രോഫിറ്റ് കാണിച്ചാണ് വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മളേതായാലും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമുക്ക് 6 പോയിന്റ് ലെസ്സെല്ലാണ് 2700 റേഞ്ചിലായിരിക്കും ലോസ് വരിക. ഇപ്പോൾ ഫസ്റ്റ് ട്രേഡ് SL അടിച്ചാൽ കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്. നമുക്കൊരു 1 മണി വരെയൊക്കെ സമയമുണ്ട്. അതിന് മുമ്പായിട്ട് അവസരം ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാമെന്ന്. താഴേക്ക് വരുന്നുണ്ടല്ലേ. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. SL അടിക്കും. അപ്പോൾ SL അടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കണ്ട. ഇല്ല, മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അടിക്കാം, നോക്കാം. ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിൽ തന്നെ വീണ്ടും പോകുമ്പോൾ ചിലപ്പോൾ വീണ്ടും അപ്പ് സൈഡിലേക്ക് ബയസ് കയറുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും താഴേക്ക് തന്നെ വരുന്ന പ്രതീക്ഷ. ഇന്ന് 2-3 ലിക്വിഡിറ്റി ഉണ്ട്. അതായത് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് എടുക്കാനുള്ള റീസൺ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്ത്, അതുപോലെ ഇന്നത്തെ ഡേ ഹൈ എടുത്ത്, അതുപോലെ പ്രീവിയസ് ഡേയിൽ നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള 24,600 നോർമലി ആ ഇന്റേണൽ എടുക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് ക്രിയേറ്റ് ചെയ്ത 5 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്, ഡേ ഹൈ എടുത്തിട്ടുണ്ട്, ഒക്കെ കൂടെ എടുത്തതിന് ശേഷം ഡയറക്റ്റ് അങ്ങ് എടുത്തുന്നുള്ളൂ. അതാണ് ഞാൻ അവിടെ നിന്ന് എടുക്കാനുള്ള റീസൺ. താഴേക്ക് തന്നെ വരുന്നുണ്ടോ അറിയില്ല. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. കാരണം അത് നോക്കാം ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. നമ്മുടെ SL അടിച്ചിട്ടുണ്ട് കേട്ടോ. SL ഭയങ്കര ട്രേഡായിരുന്നു. ഇതിന് എത്ര ടൈം എടുത്ത് 2.5 മണിക്കൂർ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട് ട്രേഡിൽ. അതായത് നമ്മൾ രാവിലെ 10 മണീൻ്റെ മുന്നേ ചെയ്ത ട്രേഡ്, അപ്പോൾ 12:30 ആവാനായി. ഭയങ്കര റോളർ കോസ്റ്റർ ട്രേഡായിരുന്നു. അതായത് നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം 9,000 പ്രോഫിറ്റ് പോയി, പിന്നെ കോസ്റ്റിൻ്റെ താഴേക്ക് വന്നു, സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് വരെ പോയി, വീണ്ടും 11,000 പോയി. വീണ്ടും ഞാൻ ചേഞ്ചസ് ഒന്നും ചെയ്തില്ല, കാരണം നമ്മുടെ ടാർജറ്റ് എത്തിയില്ല. ടാർജറ്റിൻ്റെ കോമഡി അതല്ല, ടാർജറ്റ് 25,535 ആണ്. 538 വരെ പോയിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തത്. 3 പോയിന്റ് ഓർഡർ നിങ്ങൾക്ക് വേണം. 62-ന് എൻട്രി, 56-ന് എക്സിറ്റ്, 9:59-ന് എൻട്രി എടുത്തത്, 12:22 വരെ 2.5 മണിക്കൂർ. അതായത് 3 പോയിന്റ് കൂടെ താഴെ വന്നിട്ട് നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു. 11,000 വരെ കാണിച്ചാണ്, 88-90-ന് അടുത്ത് വരെ പോയി. പക്ഷെ എന്താ ചെയ്യാനാണ്, നമുക്ക് ഒരു 3 പോയിന്റിനാണ് നമുക്ക് ചെയ്യാം. പക്ഷെ ഹാപ്പിയാണ്, കാരണം എന്താ വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള റൂള് ഫോളോ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് റൂള് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ട്രേഡ് ഒന്നും എടുക്കില്ല, ഇനി ട്രേഡ്സ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ടൈം ഓൾറെഡി ഞാൻ ഉച്ചവരെ ഉണ്ടാവുള്ളൂ. 50 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ട്രേഡ് എടുക്കുന്നില്ല. ഇനി നാളെ നോക്കാം. നമുക്ക് ഏതായാലും പെർഫെക്റ്റ് എൻട്രി തന്നെയായിരുന്നു. ചെറിയ ഇതിലാണ് 3 പോയിന്റിലാണ് നമ്മുടെ ടാർജറ്റ് മിസ്സായത്. അല്ലെങ്കിൽ നമുക്കൊരു 12,000-ന് അബോവ് ഒന്ന് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ദിവസമായിരുന്നു. കുഴപ്പമില്ല, ലോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ അടുത്ത ദിവസം ഉണ്ടാവും. ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ്. താങ്ക് യു, ബൈ.